ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള വോട്ടിംഗ് മെഷീനുകളുടെ കമ്മീഷനിംഗ് ഏപ്രിൽ 18 വ്യാഴാഴ്ച നടക്കും. പുനലൂർ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്ട്രോങ് റൂമിലാണ് നിലവിൽ വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ചിരിക്കുന്നത്. 18 രാവിലെ 8 മണിയോടെ തെരഞ്ഞെടുപ്പ് പൊതുനിരീക്ഷകന്റെയും അസിസ്റ്റന്റ് വരണാധികാരികളുടെയും ഉദ്യോഗസ്ഥരുടെയും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ സ്ട്രോങ് റൂമിൽ നിന്നും മെഷീനുകൾ പുറത്തെടുക്കും. തുടർന്ന് കമ്മീഷനിംഗ് പൂർത്തിയാക്കും. 5% വോട്ടുകൾ അന്നേ ദിവസം തന്നെ രേഖപ്പെടുത്തുകയും എല്ലാ വോട്ടിംഗ് യന്ത്രങ്ങളും പ്രവർത്തനക്ഷമമാണെന്ന രാഷ്ട്രീയ പാർട്ടികളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും. ഇലക്ഷൻ കമ്മീഷന്റെ കൊല്ലം വെയർഹൌസിൽ സൂക്ഷിച്ചിരുന്ന വോട്ടിംഗ് മെഷീനുകളും അനുബന്ധ സാമഗ്രികളും ഏപ്രിൽ 6 പുനലൂർ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്ട്രോങ് റൂമിൽ എത്തിച്ചത്. പുനലൂർ നിയോജക മണ്ഡലത്തിൽ 195 പോളിംഗ് ബൂത്തുകളാണ് ആകെയുള്ളത്. ഇവിടേക്ക് ആവശ്യമായ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം, കൺട്രോളിംഗ് പാനൽ മെഷീനുകൾ, VVPAT മെഷീനുകൾ എന്നിവയാണ് സ്ട്രോങ് റൂമിൽ എത്തിച്ചിരിക്കുന്നത്. 235 വോട്ടിംഗ് മെഷീൻ യൂണിറ്റുകളും 235 കൺട്രോൾ പാനലുകളും 254 VVPAT മെഷീനുകളുമാണ് പുനലൂർ നിയോജക മണ്ഡലത്തിലേക്കുള്ളത്. കനത്ത പോലീസ് സുരക്ഷയിലാണ് സ്ട്രോങ് റൂം പ്രവർത്തിക്കുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി സ്ട്രോങ് റൂമും അനുബന്ധ കെട്ടിടങ്ങളും ക്യാമറ നിരീക്ഷണത്തിലുമാണ്. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.